ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് മേയർ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അഭിജിത്ത്, ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മേയർ പറയുന്നുണ്ട്. അത് നേരത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചതാണല്ലോ. അപ്പോൾ അവർ നൽകിയ വിശദീകരണം അത് തന്നെ മേയറും പറയുന്നു. ഈ രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരം എന്താണ്? അവിടെ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി ഓടി എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ തെറ്റെന്നാണോ? ഇപ്പോൾ ആരും തന്നെ മുകളിൽ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തേക്ക് പോയിട്ടില്ല. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ പുക ഉയർന്നത് മാത്രമല്ല, തീപിടുത്തം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ചില ഉപകരണങ്ങളൊക്കെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ബാക്കിയാവുന്ന ചോദ്യം ഇതാണ്: ഇവിടെ ഒരു പൂർണ്ണമായ പരിശോധന നടന്ന് കൃത്യമായി ഫിറ്റ്നസ് ലഭിക്കാതെ, അതായത് കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കാതെ എങ്ങനെയാണ് 10-30ഓളം രോഗികളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകിയൊരു വിവരം ഇത് ചെറിയൊരു പുക മാത്രമാണ്, ഈ കെട്ടിടത്തിൽ രോഗികൾ ആരും തന്നെ ഇല്ല. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ തുടക്കം ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞത് കളവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഇവിടേക്ക് വന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ജീവനും കയ്യിൽ പിടിച്ചോടുന്ന രോഗികളെ നമ്മൾ കണ്ടതാണ്. മൂത്രസംബന്ധമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മൂത്രസഞ്ചി ഉൾപ്പെടെ ആ ഉപകരണങ്ങൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഓടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ രോഗികളുണ്ടായിരുന്നു, നിറയെ രോഗികളുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന 6ാം നിലയിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ, അത് പുതിയ കെട്ടിടമാണ്, അവിടെ ചില പണികൾ നടക്കുന്നുണ്ട്. അവിടെ രോഗികളില്ല എന്നതൊഴിച്ചാൽ 3ഉം 4ഉം കെട്ടിടങ്ങളിൽ രോഗികൾ ഉണ്ടായിരുന്നു. സമീപത്തുള്ള ബീച്ച് ആശുപത്രിയിൽ നിന്നും ഒപ്പം മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റു വാർഡുകളിൽ നിന്നും ഇന്ന് രാവിലെയാണ് ഇവരിൽ പലരെയും ഇവിടേക്ക് എത്തിച്ചത്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ഇവിടേക്ക് രോഗികളെ എത്തിച്ചത്? കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടന്നതിന് ശേഷം മാത്രമേ രോഗികളെ തിരികെ പ്രവേശിപ്പിക്കൂ എന്ന് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടേക്ക് എത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയതാണ്. ഇനിയിപ്പോൾ അതിലാണ് ഒരു മറുപടി ലഭിക്കേണ്ടത്. അല്പസമയം മുൻപ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹവും പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നു, ബീച്ച് ആശുപത്രിയിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല രോഗികളെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ചില രോഗികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അവർ പ്രതികരണം നൽകിയതാണ്: ബീച്ച് ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരിവിടെ രാവിലെയാണ് എത്തിച്ചത്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളെ തിരികെ എത്തിക്കുകയാണ് എന്നാണ് രോഗികളോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അല്പസമയം മുൻപ്, ഏതാണ്ട് ഉച്ച സമയമാകുമ്പോഴേക്കും, ഇവിടെ വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു. വലിയ മണം അവരുടെ ഈ മുറികളിലേക്ക് പടരുന്നു. അങ്ങനെയാണ് അവർ താഴേക്ക് ഓടുന്നത്. ചില നിർദ്ദേശങ്ങൾ ചിലരിൽ നിന്ന് ലഭിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ തീരെ വയ്യാത്ത രോഗികൾ കൂടി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ കണ്ടതാണ്. നിലവിൽ ഏതായാലും ഈ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുകയുയരൽ മാത്രമല്ല, തീ പിടിച്ചിട്ടുണ്ട്, ചില ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ MP MK രാഘവനും ഉൾപ്പെടെ തന്നെ മേയർ ബീന ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അവർ മുകളിലെ നിലയിലേക്ക് പോയിട്ടില്ല എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായ വിശദീകരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നിട്ടുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെറിയൊരു പുകയാണ് എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു, ഇവിടെ രോഗികളൊന്നും തന്നെ ഇല്ല എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു. പിന്നീട് 10-30ഓളം രോഗികൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അവരുടെ തന്നെ പ്രതികരണം വന്നതാണ്. അവർ താഴേക്ക് ഇറങ്ങി ഓടുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വീണ്ടും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയൊരു മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായ, വിശദമായ, തൃപ്തികരമായ ഒരു മറുപടി മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് നമുക്ക് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഉന്മേഷ്.